ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നിധി കിളിക്കൂട് വിട്ട് പോന്നിരിക്കുകയാണ്. തന്റെ ഭാഗത്തുള്ള തെറ്റ് തിരുത്തി നിധിയോട് സോറി പറഞ്ഞ് നിധിനെ എങ്ങനെയെങ്കിലും കിളിക്കൂട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും സുധീഷ് കേട്ടോ. നിധിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ആളുടെ ഓഫീസിൽ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും സുധീഷിന്റെ കൂടെ വരാൻ നിധി തയ്യാറാകുന്നില്ല. പിന്നീട് നിധിനെ പലതരത്തിലും മാപ്പ് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ സുധീഷ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സുധീഷിനോട് സംസാരിക്കാൻ പോലും നിധി തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സുധീഷ് ഭയങ്കര വിഷമത്തിലായിക്കിട്ടോ. പിന്നീട് കുറച്ച് ദിവസം ഉണ്ടായിരിക്കുക. വീട്ടിലും നിധി പോയതിനു ശേഷം ഭയങ്കര ഒരു വിഷമായിരിക്കും എല്ലാവർക്കും. അങ്ങനെ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാണ്ട് നിധി പോയതിലുള്ള വിഷമൊക്കെ സുധീഷിന്റെ അച്ഛന്റെ മനസ്സിലുണ്ട്. അങ്ങനെ സുധീഷിന്റെ അച്ഛൻ നിധിനെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിധിയോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കാരണമാണ് അവൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. അല്ലാണ്ട് വേറൊരു ഉദ്ദേശം വെച്ചിട്ടല്ല അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയത്. എന്റെ മക്കളൊന്നും അങ്ങനെ പെരുമാറുന്ന ആൾക്കാരല്ല. നിന്നെ അവരെല്ലാരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ പോയതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് മോള് അങ്ങോട്ടൊന്നും തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അച്ഛനോട് നിധി അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ഒന്നും അല്ല കൊടുക്കുക കേട്ടോ. നിധി അയാളെന്ന് സമാധാനിപ്പിച്ച് വിടുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ഇനിയിപ്പോ നടന്നത് നടന്നില്ല അച്ഛാ. ഇനിയിപ്പോ അതിന്റെ പേരിൽ കുറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആലോചിക്കട്ടെ. എനിക്ക് പെട്ടെന്ന് അതൊന്നും ഉൾക്കൊണ്ട് അങ്ങോട്ട് വരാൻ ഇനി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനിപ്പിച്ചിട്ട് അയാളെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വന്ന കൂട്ടത്തിൽ അയാൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ നികേഷിന് വയ്യാണ്ടിരിക്കുകയാണ്. നീ പോയതിന്റെ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ നികേഷിന് വയ്യാതായി ഇരിക്കുകയാണ്. നല്ല പനിയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും നിധിക്ക് ആകെ വിഷമാവുന്നുണ്ട്. കാരണം നിധിയുടെ ഒരു കുഞ്ഞനുജനാണ്. നിധിക്ക് ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് നികേഷ് എന്ന് പറയുന്നത്. അങ്ങനെ നികേഷിനെ കാണാൻ വേണ്ടിയിട്ട് ജോലി കഴിഞ്ഞ് ആ ദിവസം തന്നെ വൈകുന്നേരം നികേഷിനെ കാണാൻ വേണ്ടിയിട്ട് നിധി ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, നികേഷിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സുധീഷുണ്ട് കേട്ടോ. കാരണം സുധീഷിന് ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ സുധീഷ് ഉണ്ടായിരിക്കും അവിടെ. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. നികേഷിനോട് ടാബ്ലറ്റ് കഴിക്കാൻ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിലൊന്നും നികേഷ് പോയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പൊ നികേഷിനോട് പറയുന്നുണ്ട്, നീ ഹോസ്പിറ്റലിൽ പോകുക, എന്താ സുഭാഷിട്ട കൊണ്ടുപോകാത്തത് എന്നൊക്കെ പറഞ്ഞു ഒരു പരിഭവം പറച്ചിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ സുധീഷിനോട് മാത്രം നിധി ഒന്നും സംസാരിക്കില്ല കേട്ടോ. പക്ഷെ സുധീഷ് നിധിയെ തന്നെ നോക്കിയിരിക്കായിരിക്കും. നിധി എന്തെങ്കിലും എന്നോട് പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ സുധീഷ് ഇരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ സുധീഷിനോട് ഒരു വാക്കും നിധി സംസാരിക്കില്ല. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് നിധി പോവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ സുഭാഷ് പറയും, അല്ല മോളെ, ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കി തരാം, നീ ഒറ്റയ്ക്ക് പോണ്ടാന്ന് പറയുമ്പോൾ ശരി സുഭാഷ് ഏട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോ നേരെ സുഭാഷ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നത് ഞാൻ കൊണ്ടാക്കി വിടാം എന്നൊരു ആംഗ്യ ഭാഷയിൽ കാണിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ല നിധി, ഞാൻ അടുപ്പത്ത് കറി വെച്ചിരിക്കുകയാണ്, ഇപ്പൊ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് അത് ആരാ നോക്കുക? എടാ സുധീഷ്, നീ ഒന്ന് കൊണ്ടാക്കി കൊടുക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് ചാടിക്കയറി ശരിയായിട്ടാ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട് വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ്. നിധിയും സുധീഷും കൂടി നടന്നു പോകുമ്പോൾ സുധീഷ് വീണ്ടും നിധിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമൊന്നും നിധി ഒന്നും പറയുന്നില്ല കേട്ടോ. നിധി പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ പോവാ, ഞാൻ നിന്നെ ആക്കിയിട്ട് പോവാൻ, ഇപ്പൊ വേണ്ട, നിങ്ങൾ എന്റെ കൂടെ നടക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിധി കുറെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പുറകെ നടക്കുന്നേ ഉള്ളൂ, നിന്റെ കൂടെ ഇല്ലാന്ന് വിചാരിച്ച് നീ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവസാനം സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് അന്നൊരു തെറ്റ് പറ്റിയതാണ് നിധി, നീ ഒന്നും മനസ്സിലാക്കും. അങ്ങനെ ഒരു ഇന്റൻഷനിൽ ഞാൻ ചെയ്തതൊന്നും അല്ല. അന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്തു കൂട്ടിയതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്റെ വീട്ടിലൊക്കെ പോയി നിന്നതല്ലേ. അന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറായിരുന്നല്ലോ. അന്ന് എനിക്ക് ആളെ കൂട്ടി വീട്ടുകാരോട് പറയാൻ കൂടി പറ്റില്ലായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലല്ലേ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും നിന്നോട് ഇതുവരെ ഞാൻ മോശമായിട്ട് സംസാരിക്കുക, അങ്ങനെ ഒരു ബിഹേവ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അന്ന് അങ്ങനെ ഒരു കള്ളിന്റെ പുറത്ത് സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ നിധിയുടെ മനസ്സലിയുന്നുണ്ട്. എന്നാലും അത് സുധീഷിന്റെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാൻ നിധി തയ്യാറാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ഇങ്ങനെ ഇവര് നടന്നു വരുന്ന വഴിയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതല്ലേ ഇവളല്ലേ പോയി എന്ന് പറഞ്ഞത്, പോയ ആള് പിന്നെ തിരിച്ചു വന്നു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തെറ്റി പോയതല്ലടാ ഇവള് പിന്നെ തിരിച്ചു വന്നു എന്നിങ്ങനെ നാട്ടുകാരുടെ സംസാരമൊക്കെ കേട്ടോണ്ടാണ് കേട്ടോ ഇവര് പോകുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ സുഭാഷിട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിധിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം ഇത്രയും കാലത്തിന് ശേഷം ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ നിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ പുറത്തൊരു ബഹുമാനം ഒരു മാന്യതയൊക്കെ കിട്ടി തുടങ്ങിയത്. അതൊക്കെ നിധി പോകുന്നതിനോട് ഒപ്പം അതൊക്കെ പോയി കഴിഞ്ഞിരിക്കും എന്നൊക്കെയുള്ള സുഭാഷിട്ടന്റെ സങ്കടത്തോടുള്ള വാക്കുകളൊക്കെ നിധിയുടെ മനസ്സിലേക്ക് അപ്പൊ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് കേട്ടോ. ആ നടന്നു പോകുന്ന ചിന്തയിൽ മൊത്തം നിധി ആലോചിക്കുന്നത് തിരിച്ചു വരാനുള്ള വഴികളെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ. പിന്നെ സുധീഷ് തന്നോട് സോറി പറയും, ചെയ്ത കാര്യങ്ങൾ ഏറ്റു പറഞ്ഞ് മാപ്പ് പറയുകയൊക്കെ ചെയ്തതുകൂടി നിധിയുടെ മനസ്സൊന്ന് അലിയുന്നുണ്ട്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, ഇനി ഞാനില്ലെങ്കിൽ നിധി അങ്ങോട്ട് വരുന്നില്ല പറഞ്ഞത്, എന്നെ നോക്കണ്ട, നിധി വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്നതാണ് നിധിക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോവാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിലും നിധി അങ്ങോട്ട് വായോ, അവിടെ എല്ലാവർക്കും നിധിനെ ഇഷ്ടമാണ്, നിധി വേറൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ പോവോ, നിധിക്ക് അങ്ങനെ പോണമെന്ന് വെച്ചാണെന്ന് പോവാം എന്നൊക്കെ പറഞ്ഞ് സുധീഷ് വെറുതെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ നിധി പറയാണ്, നിങ്ങൾ ആ വീട്ടിലുള്ളത് തന്നെ എന്റെ പ്രശ്നം, ബാക്കി ആരുണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല, കാരണം അവരെയൊക്കെ ഞാൻ എന്റെ സഹോദരങ്ങളായിട്ട് സ്നേഹിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അങ്ങനെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ വരില്ല എന്ന് തന്നെ നിധി തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് പറയുന്നുണ്ട്, എന്നാ ശരി, നിധി വരുന്ന നിമിഷം ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി നിന്നോളാം, അതെന്തോ ഉറപ്പ്, ഞാൻ വന്ന് കഴിയുമ്പോ നിങ്ങൾ അവിടുന്ന് പോയാലും കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വരില്ലെന്ന് എന്തോ ഉറപ്പ്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല നിധി, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാ പറയുന്നുണ്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന പോലെ സുധീഷ് കെഞ്ചുന്നുണ്ട് കേട്ടോ. അപ്പൊ നിധി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ അപ്പോഴേക്കും ഒരു ഓട്ടോ വരുന്നുണ്ട്, ആ ഓട്ടോ വിളിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര നേരം സംസാരിച്ചത് വേസ്റ്റ് ആയല്ലോ എന്ന് വിചാരിച്ച് സുധീഷ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിറ്റേ ദിവസം നിധി കിളിക്കോട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പൊ സുധീഷ് റൂമിൽ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കായിരിക്കും, നിധിയുടെ റൂമിലായിരിക്കും കേട്ടോ സുധീഷ് കിടക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിധി തിരിച്ചു വരിക, എല്ലാവരും സന്തോഷപ്പെടുത്തിക്കൊണ്ട് നിധി തിരിച്ചു വരികയാണ്, എല്ലാവർക്കും അത് സന്തോഷമാവുന്ന കാര്യമായിരിക്കും കേട്ടോ. നേരെ ചെന്നത് സുധീഷിനെ കാണാനായിരിക്കും കേട്ടോ. സുധീഷ് എവിടെ ചോദിക്കും നിധി. അങ്ങനെ സുധീഷ് റൂമിലാന്ന് പറയുമ്പോൾ ആ റൂമിലേക്ക് നിധി കയറി ചെല്ലുന്നതും ആദ്യം ഒന്നും നിധി വന്നിട്ടുണ്ട് എന്നറിയാതെ ഇവൻ കണ്ണടച്ച് കിടന്ന് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ടിട്ടുണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ നിധി വെട്ടുന്ന മുന്നിലെത്തിയപ്പോ നിധി വന്ന സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ ഈ വീട്ടിലേക്ക് കയറി ചെന്നാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലാം എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നു, അത് പാലിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷിട്ടൻ പറഞ്ഞ് അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കി എല്ലാരും കൂടി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഹോളിൽ ഇരിക്കുന്ന സമയത്ത് സുധീഷ് വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ആയാലും നിധി തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരും, ഈ വീട് ഉപേക്ഷിച്ച് പോവാൻ നിധിക്ക് സാധിക്കില്ല എന്നൊക്കെ എനിക്ക് അറിയായിരുന്നു, എങ്ങനെയൊക്കെ പോയാലും എത്ര ദൂരം പോയാലും നീ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് ഒരു വാക്ക് സുധീഷ് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു സംശയത്തോടെ സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സുധീഷ് ചേട്ടന് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, എടുത്തി പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരുമെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ടോ, ഞാൻ കെട്ടിയ താലി അത് അവളെ കഴുത്ത് കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ അവൾ ഈ വീട്ടിലെ മരുമകളല്ലേ, ഞാൻ കെട്ടിയ താലി വെച്ചിട്ട് അവൾക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറ്റുമോ എന്ന് വലിയൊരു വീരവാദം പറയുന്ന പോലെ സുധീഷ് പറഞ്ഞതും അത് അബദ്ധമാണ് എന്ന് ബാക്കി 3 പേർക്കും മനസ്സിലായിട്ടോ. സുധീഷ് ചേട്ടൻ ഇപ്പൊ ആ ഒരു വാക്ക് പറയാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ സുധീഷ് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം ബാക്കി 3 പേർക്കും മനസ്സിലായെങ്കിലും സുധീഷിന് മനസ്സിലായില്ല. സുധീഷ് തന്റെ പൊങ്ങച്ചം പറയുന്ന പോലെ ആ കാര്യം പറഞ്ഞതും നിധി അവിടുന്ന് എണീക്കുന്നുണ്ട്. എണീറ്റ് പറയുന്നുണ്ട്, ഇത് ഞാൻ എപ്പോഴോ ചെയ്യേണ്ടതായിരുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ കിട്ടിയ താലിയുടെ ബലത്തിലൊന്നും അല്ല ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്, അത് ഇവര് 3 പേരെയും ഓർത്തിട്ടാണ്. സുഭാഷ് ചേട്ടനെയും ഹരീഷിനെയും നികേഷിനെയൊക്കെ പോലെയുള്ള സഹോദരങ്ങളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്, അല്ലാണ്ട് നിങ്ങൾ കിട്ടിയ താലിയുടെ ബലത്തിലൊന്നും അല്ല. പിന്നെ ഈ താലി അത് ഞാൻ എന്നോ തരേണ്ടതായിരുന്നു, അത് ശരിക്കൊരു മറന്നുപോയതാണ്, എന്റെ കഴുത്തിൽ ഇത് കിടക്കുന്ന ഓർമ്മയും എനിക്കുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ താലി ഊരി നേരെ സുധീഷ് നീട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ താലി ഊരുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. നിധി അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല, പക്ഷെ അത് ചെയ്യാനുള്ള കാരണക്കാരൻ സുധീഷ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അത് ഊരി നിധി സുധീഷിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്, ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചോളും, സ്വർണ്ണാണ്, അതുകൊണ്ട് എവിടെയും കൊണ്ടുപോയി കളയാനോ തുലയ്ക്കാനോ നിൽക്കരുത്, ഇതിന്റെ ബലത്തിലൊന്നും അല്ല ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്, ഇതിന്റെ ബലത്തിലല്ല ഞാൻ ഈ വീട്ടിലേക്ക് കയറി ചെന്ന് വന്നത് എന്ന് പറഞ്ഞ് നിധി വീടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്.
അപ്പൊ എല്ലാവരും ആകെ മൂകായിട്ട് നിൽക്കാണ്. അപ്പൊ സുഭാഷ് വന്ന് പറയുന്നില്ല, നിനക്കിപ്പോ ഇത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തുണ്ടായി, ആ താലി അവൾ ഊരി നിന്റെ കൈ തന്നില്ലേ. എന്തെങ്കിലും വായ തോന്നിയത് വിളിച്ചു പറയാതെ കുറച്ചു നേരം നിനക്ക് മിണ്ടാതിരുന്നൂടെ സുധീഷ്? ഇനിയെങ്കിലും നീ വായ തോന്നിയത് വിളിച്ചു പറയാതെ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വന്ന പോലെ നിധി തിരിച്ചിറങ്ങി പോകും. മനസ്സിലായോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹരീഷും പറയുന്നുണ്ട്, ഏട്ടാ നിങ്ങളുടെ നാവ് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്തോളി, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വിനയാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അധികം വൈകാതെ നിധി കിളിക്കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഈ ഊരിക്കൊടുത്ത താലി നിധി തന്നെ സുധീഷിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നതാണ്. അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.